Hello everyone. So തേർഡ് മോഡ്യൂളിൽ ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഒബ്സർവേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, ഇൻ്റർവ്യൂ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യനെയർ മെത്തേഡ്സിനെ പറ്റിയിട്ടാണ്. അപ്പം ക്വസ്റ്റ്യനെയർ നമ്മൾ യൂഷ്വലി ഫ്രീക്വൻ്റായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷനാണ് ക്വസ്റ്റ്യനെയർ. ഇപ്പോൾ നമ്മൾ യുജിൻ്റെ ഒക്കെ പ്രൊജക്റ്റിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യനെയേഴ്സൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. സോ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ വൈഡ്ലി പോപ്പുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്ന എസ്പെഷ്യലി നമ്മൾ ബിഗ് എൻക്വയറീസ് പറയുമ്പോൾ സാമ്പിൾ സൈസ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡോ ഒപ്പീനിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനെയേഴ്സാണ് യൂസ് ചെയ്യുക. പർട്ടിക്കുലർലി നമ്മൾ ബിഗ് എൻക്വയറീസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമ്പിൾ സൈസ് കൂടുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്ന് ഡാറ്റ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വി യൂഷ്വലി യൂസസ് ക്വസ്റ്റ്യനെയേഴ്സ് ഫോർ അവർ റിസർച്ച് പർപ്പസ്. ഓക്കെ, സോ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, ഇപ്പം റിസർച്ച് വർക്കേഴ്സ്, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഓർഗനൈസേഷൻസ്, മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ സാധാ ഓർഗനൈസേഷൻസ്, പ്രൈവറ്റ് ആവട്ടെ പബ്ലിക് ഓർഗനൈസേഷൻസും ഈവൻ ഗവൺമെൻറ് വരെ ക്വസ്റ്റ്യനെയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളവിടേക്ക് സർവേക്ക് ആൾക്കാർ വരുന്നുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു മേഖലകളിലൊക്കെ ഈ ക്വസ്റ്റ്യനെയേഴ്സ് യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനെയർ ഈസ് യൂസ്ഡ് ഫോർ ഫാക്ച്വൽ ഇൻഫോർമേഷൻ ഫ്രം ദ റെസ്പോണ്ടൻറ്റ് ഈസ് ഡിസൈഡ്. നമ്മൾ റെസ്പോണ്ടൻറ്റിൽ നിന്നുള്ള ഫാക്ച്വൽ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഫാക്ച്വൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ക്വസ്റ്റ്യനെയേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. സോ ക്വസ്റ്റ്യനെയർ കൺസിസ്റ്റ് ഓഫ് എ ഫോം. ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫോം വിച്ച് കണ്ടെയ്നിങ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതിലെന്തുണ്ടാവും? എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ദ റെസ്പോണ്ടൻറ്റ് ദംസെൽവ്സ് ഫിൽ ഇൻ ദ ആൻസേഴ്സ്. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോണ്ടൻറ്റിന് അതിൽ ആൻസേഴ്സ് ഫിൽ ചെയ്യണം. സോ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന സമയത്ത് ഫാക്ച്വൽ ഇൻഫോർമേഷൻസ് റെസ്പോണ്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആൻഡ് ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് എ ഫോം, ഒരു ഫോം ലൈക്ക് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആൻഡ് റെസ്പോണ്ടൻസ് ദംസെൽഫ് ഫിൽ ഇൻ ദ ആൻസർ. സോ ആ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസിൽ റെസ്പോണ്ടൻസ് കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ഫിൽ ചെയ്യും എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യനെയറിലൂടെ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് മെയിൻ പോയിൻറ്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ പറയുന്നതിൽ അതിലുണ്ടാവും, എന്നാലും കുറച്ചും കൂടെ നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും കേട്ടോ. സോ വി ഗെറ്റ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ ക്വസ്റ്റ്യനെയർ. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു, അവർ നമുക്ക് അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടുന്നു. അപ്പോൾ സോ ഒരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സോഴ്സും കൂടിയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ക്വസ്റ്റ്യനെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡിങ്സ്. ഇപ്പം നമുക്കറിയാം ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് ലാംഗ്വേജ് വേർഡ്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിൽ വേർഡിങ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ എങ്ങനെ ആയിരിക്കണം, ക്വസ്റ്റ്യൻസ് എങ്ങനെ ആയിരിക്കണം ഒരു ക്വസ്റ്റ്യനെയറിൽ എന്നുള്ളതാണ് നമുക്കിനി പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിൻ്റാണ് സിംപ്ലിസിറ്റി ഇൻ ലാംഗ്വേജ്. സിംപ്ലിസിറ്റി ഇൻ ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിപ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സിന് കൊടുക്കാം. ഏത് കേസാണെന്നുണ്ടെങ്കിലും വായിക്കുന്ന അല്ലെങ്കിൽ അത് ചെയ്യുന്ന റെസ്പോണ്ടൻസിന് നമ്മൾ വിചാരിക്കുന്ന കാര്യം കൃത്യമായിട്ട് കൺവേ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് എഫക്റ്റീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണം. സോ ഒരു ക്വസ്റ്റ്യനെയർ വേർഡിങ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് has the capacity to communicate effectively with the respondents his own language. Okay, സോ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനെയർ വായിക്കുന്ന സമയത്ത് അതിലെന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത്
ഇപ്പം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ക്വസ്റ്റനെയർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ പോപ്പുലേഷൻ മസ്റ്റ് കീപ്പ് ഇൻ വ്യൂ വിത്ത് ദ പോപ്പുലേഷൻ. നമ്മൾ പോപ്പുലേഷൻ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യണം. സോ ആ പോപ്പുലേഷൻ ഇപ്പോൾ നമ്മളൊരു ആദിവാസികൾക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പൊതുവേ അവർ ലിറ്ററസി എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ അവർ കേസിൽ നമ്മളൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര കടുകട്ടി വേർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് അത്രത്തോളം എഫക്റ്റീവ് ആണെന്നില്ല. ഇനിയിപ്പോൾ അതൊരു ചിൽഡ്രൻ്റെ ക്വസ്റ്റ്യനെയർ ആണെന്നുണ്ടെങ്കിലും അവർക്കും ഭയങ്കര ലാംഗ്വേജ് ഒന്നും വലിയ ഇതുണ്ടാവില്ല. സോ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് അതിനനുസരിച്ച് പോപ്പുലേഷനൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ക്വസ്റ്റ്യനെയർ സെറ്റ് ചെയ്യാൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ. സോ നമ്മൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി അവോയ്ഡ് ടു ആംബിഗസ് ക്വസ്റ്റ്യൻസ്, അൺക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത, നമുക്ക് തന്നെ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒഴിവാക്കുക. ഡു നോട്ട് കൺവേ ദ സെയിം മീനിങ് ടു ഓൾ റെസ്പോണ്ടൻസ്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് അതിലുണ്ടാകുന്ന സമയത്ത് എല്ലാവരിലും അത് സെയിം മീനിങ് ആണ് എത്തുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ക്ലാരിറ്റി ഇല്ലാത്ത ആംബിഗ്വസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡു നോട്ട് കൺവേ ദ സെയിം മീനിങ് ടു ഓൾ റെസ്പോണ്ടൻസ്. എല്ലാവർക്കും സെയിം മീനിങ് എത്തിക്കോണമെന്നില്ല. സോ ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആയിരിക്കും, ഒരേ സെയിം ക്വസ്റ്റ്യന് ഡിഫറെൻറ്റ് ആൻസേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആംബിഗ്വിറ്റി പരമാവധി ഒഴിവാക്കുക. ആൻഡ് വാഗു വേർഡ്സ് എന്ന് പറയുന്ന സമയത്ത് ചില വേർഡ്സ് ചില വേർഡ്സുകൾ നമ്മൾ വാഗായിട്ടുള്ള വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, ഷുഡ് ബി അവോയ്ഡഡ് ബിക്കോസ് ദേ എൻകറേജ് വാഗ് ആൻസേഴ്സ്. സോ വാഗായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് വേഗമായിട്ടുള്ള ആൻസർ ആയിരിക്കും നമ്മൾ പറയാം. സോ അങ്ങനെ യൂഷ്വലി അങ്ങനെയുള്ള ടേമും വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. വേർഡ്സ് ലൈക്ക് ഓഫൻ, ജനറലി, ഫെയർലി, ഓൺ ദ വോൾ ഇങ്ങനെയുള്ള പറയുന്ന വേർഡ്സൊക്കെ പൊതുവേ നമ്മൾ ഒഴിവാക്കുക. കാരണം അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള മീനിങ് ചിലപ്പം നമുക്ക് മനസ്സിലായിക്കോണം എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് എംബാരസിങ് ക്വസ്റ്റ്യൻസ്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനേഴ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പം അങ്ങനെയുള്ള എംബാരസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഒഴിവാക്കുക. വെൻ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ അബൌട്ട് പ്രൈവറ്റ് മാറ്റേഴ്സ് ഓർ റിഗാർഡിങ് മാറ്റേഴ്സ് വിച്ച് ദേ ഡു നോട്ട് വാണ്ട് ടു മേക്ക് പബ്ലിക്. ചില നമ്മളെ പ്രൈവറ്റ് മാറ്റേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കാക്കാൻ ഇഷ്ടപ്പെടാത്ത മാറ്റേഴ്സൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു എംബാരസ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അവർ ആൻസർ ചെയ്യുന്ന സമയത്ത് അവർ കറക്റ്റായിട്ട് പറയാതെ അല്ലെങ്കിൽ പറയാൻ കൂട്ടക്കാതെ റെഫ്യൂസ് ചെയ്യാനുള്ള എയ്തർ റെഫ്യൂസ് ടു ആൻസർ, നമ്മൾ ആൻസർ പറയാൻ റെഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിരസിക്കുക എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ഓർ ഡിസ്റ്റോർട്ട് ദെയർ ട്രൂ ആൻസേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ട്രൂ ആയിട്ടുള്ള ആൻസറിൽ നിന്നും വ്യതിചലിക്കുക അല്ലെങ്കിൽ വളച്ചൊടിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ദാറ്റ് മീൻസ് ഇപ്പോൾ പ്രൈവറ്റ് ആൻഡ് പബ്ലിക്കാക്കാൻ ഇഷ്ടപ്പെടാത്ത ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളത് മാറ്റിമറിച്ച് പറയാനും കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ ഒളിപ്പിച്ച് വെക്കാനും ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഡബിൾ നെഗറ്റീവ്സ് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ ഗ്രാമർ പഠിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, സെൻറ്റൻസിൽ ഡബിൾ നെഗറ്റീവ്സ് ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഡബിൾ നെഗറ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇത് ഉദ്ദേശിച്ചതെന്നുള്ള ഒരു ആംബിഗ്വിറ്റി ഉണ്ടാവും. സോ അതിനെ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. സോ ഡബിൾ നെഗറ്റീവ് ഷുഡ് ബി അവോയ്ഡഡ്. ദെൻ ലീഡിങ് ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആൽക്കഹോളിൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ യൂസേജിനുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളൊരു സിമ്പിൾ സ്കെയിൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പം അതിലിങ്ങനെ പറയാണ്, ഒരു ക്വസ്റ്റ്യനാണ്, ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിന് കേടാണല്ലോ, താങ്കളുടെ അഭിപ്രായത്തിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിലുള്ള ഒരു താങ്കളുടെ അഭിപ്രായത്തിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ത്? ആ രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിന് മുന്നേ പറഞ്ഞു ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമല്ലോ. സോ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ താങ്കളുടെ അങ്ങനെ ചോദിക്കുകയാണ്.
അപ്പോൾ അതിൽ ഓൾറെഡി കൺവേഡ് ആണ് ഇവിടെ ഓൾറെഡി ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസ് ഇപ്പം ഇങ്ങനെ തെറ്റാണല്ലോ, താങ്കളുടെ അഭിപ്രായം എന്താ, അപ്പം തെറ്റാണല്ലോ എന്നുള്ളൊരു സാധനത്തിലേക്കാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോവുക. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ട് വീണ്ടും നമ്മൾ അഭിപ്രായം ചോദിക്കണം. സോ അങ്ങനെയുള്ള ലീഡിങ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി അവോയ്ഡഡ് വൈൽ മേക്കിംഗ് ഓർ പ്രിപ്പയറിങ് ദ ക്വസ്റ്റ്യനെയർ. ഓക്കെ. ദെൻ പ്രിസ്യൂമിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുൻവിധി വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിയസ്യൂം ചെയ്തിട്ട് റെസ്പോണ്ടൻറ്റിന് കുറേ കാര്യങ്ങൾ പ്രിയസ്യൂം ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയറിങ് ആണെങ്കിലും ഇറ്റ് ഷുഡ് നോട്ട് ബി സയൻറ്റിഫിക് ഇനഫ്. ഓക്കെ. It should be avoided. Presuming questions should be avoided. Presuming questions are those which presume something about the respondent. നമ്മൾ ഒരു മുൻവിധി വെച്ചിട്ട് അല്ലെങ്കിൽ പ്രീ അസംഷൻ വെച്ചിട്ട് റെസ്പോണ്ടിനെ കുറിച്ചുള്ള ഒരു പ്രീ അസംഷൻ വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും അത് നമ്മൾ ഒഴിവാക്കണം. അതിൻ്റെ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു ഉറപ്പില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഹൈപ്പോത്തസിസ് പറയുമ്പോൾ അത് വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്, വിൽ ബി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ടുവാർഡ്സ് സച്ച് ക്വസ്റ്റ്യൻസ് ഡു നോട്ട് റിഫ്ലക്റ്റ് എനിത്തിങ് കോൺക്രീറ്റ്. സോ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് യൂഷ്വലി ചോദിക്കുന്ന സമയത്ത് ഇവരിൽ നിന്നുള്ള കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അത്രത്തോളം കറക്റ്റായിട്ടുള്ള ആൻസർ ആയിരിക്കണം എന്നില്ല. സോ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒരു കോൺക്രീറ്റ് അല്ലാത്തൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അതിൽ ആൻസർ കൊടുക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവേ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. സോ ഇത്രയാണ് നമ്മളൊരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേർഡിങ്സിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലുള്ള വേർഡിങ്ങും സെൻറ്റൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. സോ സിംപ്ലിസിറ്റി ഇൻ ലാംഗ്വേജ്, ആംബിഗ്വിറ്റി, വാഗ് വേർഡ്സ്, പിന്നെ എംപ്രാസിംഗ് ക്വസ്റ്റ്യൻസ്, ഡബിൾ നെഗറ്റീവ്സ്, ലീഡിങ് ക്വസ്റ്റ്യൻസ്, പ്രിയസ്യൂമിങ് ക്വസ്റ്റ്യൻ, ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, എക്സെട്ര. ഓക്കെ. ഇത്രയാണ് നമ്മൾ ആ ഒരു മൊഡ്യൂളിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ. ഒരു നല്ല ക്വസ്റ്റ്യനെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ.